മമിത ബൈജുവായിട്ട് എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പോണ ഓഡിഷൻ വികൃതിയുടെ ഓഡിഷനാണ് കേട്ടോ. ആൻഡ് അതൊരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ക്ലിയർഡ് ഇറ്റ്. ഐ വാസ് സോ ഹാപ്പി. ലൈക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ആ വയസ്സ് വരെ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന്. ലിറ്ററലി ഓർമ്മയുണ്ട്, ആ കോള് വന്ന സമയത്ത് ഞാൻ കരയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട് തോന്നുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകും, ഇത് വികൃതിയാണ് മൂവി, ബ്ലാ ബ്ലാ ബ്ലാ. യുനോ വട്ട്. ആൻഡ് എൻ്റെ കോസ്റ്റ്യൂം അവർ തയ്പ്പിച്ചു. ഓക്കെ, എൻ്റെ ക്യാരക്ടർ വേണ്ട ഒരു മുസ്ലിം ക്യാരക്ടറായിരുന്നു. എൻ്റെ ക്യാരക്ടർ സൗബിൻ്റെ അനിയത്തിയായിട്ട്. എന്നിട്ട് കോസ്റ്റ്യൂം തയ്ക്കുന്നു, എല്ലാം കഴിഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ കാലൊടിഞ്ഞു. ഞാൻ ചുമ്മാ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോയി, ഒന്നുമില്ലാണ്ട് ചെരിഞ്ഞു പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ ലൈഫിൽ അന്നേ വരെ ഒരു ഒടിവും ചതവും എനിക്ക് വന്നില്ല. ഈ ഷൂട്ടിൻ്റെ 2 ദിവസം മുമ്പ് ചുമ്മാ നടന്നു പോയിരുന്നു ഞാൻ കാല് ചെരിഞ്ഞിട്ട് കാലൊടിഞ്ഞ് ഞാൻ 6 ആഴ്ച, ഞാൻ ഡോക്ടർ പറഞ്ഞു 6 ആഴ്ച എനിക്ക് കിടപ്പിലാവും. 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടാ. ഒബ്വിയസ്ലി ഞാൻ ഇവരെ വിളിച്ചിട്ട് കരഞ്ഞു, എൻ്റെ കാലൊടിഞ്ഞ്. ഇവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റൂല മോളെ, ഞങ്ങൾക്കിത് തുടങ്ങിയേ പറ്റുള്ളൂ ഷൂട്ട്, വിൽ കൺസിഡർ യു ഫോർ നെക്സ്റ്റ് മൂവി ദേ സെഡ്. ഓക്കെ, യുനോ ആരാ ക്യാരക്ടർ ചെയ്തത്? നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം. സൗബിൻ്റെ അനിയത്തിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തത് മമിത ബൈജുവാ. ഇന്ന് എവിടെ ഇരിക്കട്ടെ ഞാനാ. ഓ മൈ ഗോഡ്, അന്ന് ഞാൻ ഡാർക്കായിരുന്നു ഞാൻ. ഓ മൈ ഗോഡ്.